എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വിശപ്പിൻ്റെ വിളി വൈകിട്ട് വന്നപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ വെച്ച് പിടിച്ചത്. അവിടെ വീക്കെൻഡ് ആയ കാരണമാണെന്ന് തോന്നുന്നു, അത്യാവശ്യം നല്ല തിരക്കുള്ള ദിനമായിരുന്നു. സ്വദേശികളും വിദേശികളും അടക്കം എല്ലാവരും അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദോശ ഹട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ദോശ മാത്രമല്ല കേട്ടോ അവിടെ ലഭിക്കും. പക്ഷേ ദോശ ലഭിക്കും, വെറൈറ്റി ഓഫ് ദോശാസ് ലഭിക്കും. നമുക്ക് അവിടെ മൈസൂർ ദോശ, പനീർ ദോശ, മസാല ദോശ, ഫ്യൂഷൻ ദോശ, പറഞ്ഞില്ല അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 60-ൽ പരം ദോശകൾ തന്നെ അവിടെ ലഭിക്കുന്നുണ്ട്. പിന്നീട് അതുമാതിരി തന്നെ നമുക്ക് ബിരിയാണിയും ഫ്രൈഡ് റൈസും പറഞ്ഞില്ലേ, ഒരുവിധമുള്ള എല്ലാ ഫുഡും ലഭിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ദോശ ഹട്ട് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബിവറേജസും ലഭ്യമാണ്. നമ്മൾ ഇവിടെ ചെറിയ റെസ്റ്റോറൻറ്റ്, വലിയ റെസ്റ്റോറൻറ്റൊന്നുമില്ല, എല്ലാവർക്കും മദ്യവും അത്യാവശ്യം കഴിക്കുന്നവർക്കെല്ലാം കഴിക്കാൻ പറ്റും. അങ്ങനെ സ്റ്റാർട്ടറിൽ നമ്മൾ തുടങ്ങി. ബേബിക്ക് ചിക്കൻ ലോലിപ്പോപ്പ് വളരെ ഇഷ്ടമാണ്. അങ്ങനെ ചിക്കൻ ലോലിപ്പോപ്പ് വന്നു, അത് നമ്മളെല്ലാവരും കഴിച്ച് അത്യാവശ്യം ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു ഫുഡ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ തവ ഇഡ്ഡലിയാണെന്ന് പറഞ്ഞത്. തവ ഇഡ്ഡലി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു ചിക്കൻ ബേബിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതിന് അത്യാവശ്യം സ്പൈസി അല്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാണാനൊക്കെ ഭയങ്കര ലുക്കാണ്, വളരെ ബ്യൂട്ടിഫുള്ളാണ്. അങ്ങനെ സംഭവം വന്നു, ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് പണി പാളിയെന്ന് മനസ്സിലായത്. അത്യാവശ്യം നല്ല സ്പൈസിയാണ്. അതങ്ങനെ ചിക്കൻ ബേബിക്ക് കഴിക്കാൻ പറ്റിയില്ല. ബാക്കി ഞങ്ങളെല്ലാവരും അത് അത്യാവശ്യം കഴിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ മാംഗോ ലസ്സിയുള്ള കാരണം നമുക്ക് അത്യാവശ്യം എരിവൊന്നും അറിയാത്ത രീതിയിൽ പോയി. പിന്നീട് നമ്മൾ ഓരോരുത്തരും അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ പറയാം ഉള്ള ഇതുകൊണ്ട് തുടങ്ങി. അമ്മ ഒരു ഫ്യൂഷൻ ദോശയാണ് പറഞ്ഞത്, സായിക്കുട്ടൻ ഒരു മസാല ദോശ പറഞ്ഞു. മസാല ദോശ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-1.5 ദോശയാണ്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഒരു ദോശയൊക്കെ കഴിച്ചാൽ നമുക്ക് അത് ഇനഫാണ്. പിന്നീട് ഞാൻ പറഞ്ഞത് നമുക്ക് ഇന്നും എപ്പോഴും ഇഷ്ടമുള്ള നമ്മുടെ ബിരിയാണിയാണ്. അമ്മ കഴിച്ചത് ഒരു ഫ്യൂഷൻ ദോശ കഴിച്ചിട്ട് കരയുന്ന വ്യക്തി ചിലപ്പോൾ അമ്മയായിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, അത്യാവശ്യം സ്പൈസി ആയിരുന്നു അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ പിന്നീട് വൈഫ് കുട്ടികൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് ആയിരുന്നേ. ഫ്രൈഡ് റൈസ് എടുക്കുന്ന കാണുമ്പോൾ നമുക്ക് വിചാരിക്കും വേണോ വേണ്ടേ എന്നുള്ളത്. അങ്ങനെ ഫ്രൈഡ് റൈസും എല്ലാവരും കഴിച്ച് അങ്ങനെ അവരവർക്ക് വേണ്ട ഭക്ഷണങ്ങളെല്ലാം അവരും കഴിച്ച് നമ്മുടെ അന്നത്തെ ഒരു സുദിനം നല്ലൊരു ദിനമായിരുന്നു. ഇങ്ങനെ സായിക്കുട്ടൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തി. അപ്പോൾ അതിന് എൻട്രൻസിൽ തന്നെ നല്ലൊരു കണ്ണിനെല്ലാം വളരെ കൗതുകമുള്ളൊരു ഇതുണ്ടായിരുന്നേ. ഒരു വെള്ളമൊക്കെ ചാടുന്ന ചെറിയൊരു സെറ്റപ്പ് സംഭവം ഭയങ്കര ഭംഗിയായിരുന്നേ. അതിനുശേഷം പുറത്ത് നല്ലൊരു കാർ ഓടിക്കാനുണ്ടായിരുന്നു. അവിടെ കാറൊക്കെ ഓടിച്ച് അങ്ങനെ നമ്മൾ പതിയെ വീട്ടിലേക്ക് എത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ വ്ളോഗാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടാകാം, സാദരം ക്ഷമിക്കുക. താങ്ക് യു.